മഴയും വെള്ളക്കെട്ടും കൊച്ചിയെ സംബന്ധിച്ച ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണ്. മഴക്കാലങ്ങളിലെല്ലാം അല്ലെങ്കിൽ മഴ ആരംഭിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ വിഷയം ഉയർന്നു വരാറുമുണ്ട്. പലപ്പോഴും അധികാരികൾക്കെതിരെയാണ് ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. പക്ഷേ ഈ വിഷയം ഇന്ന് ഉയർത്തിപ്പിടിച്ച ഹൈക്കോടതി പക്ഷേ വ്യത്യസ്തമായുള്ള ചില നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അധികാരികൾ മാത്രമല്ല, ജനങ്ങളും ഈ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ കാരണക്കാരാണ് എന്നുള്ളൊരു നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. എന്തായാലും കാലാകാലങ്ങളായി തുടരുന്ന ദുരിതം ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ മഴയും കൊച്ചിയിലെ വെള്ളക്കെട്ടും. കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി ഇന്ന് നടത്തിയിരിക്കുന്നത്. അധികാരികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി. എന്തായാലും അതിനുശേഷം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അധികാരികളെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ടുകളിൽ ഓടകൾ നിറഞ്ഞ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഓടകളിൽ നിന്നെല്ലാം തന്നെ പുറത്തേക്ക് വന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അത് കണക്കിൽപ്പെടാതെ അല്ലെങ്കിൽ കണക്കില്ലാത്ത രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞതോടുകൂടിയാണ് ഈ വെള്ളത്തിന്റെ സുഗമമായിട്ടുള്ള ഒഴുക്ക് ഓടകളിൽ മുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. അത് പലപ്പോഴും അല്ലെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ളത് സ്വാഭാവികമായും ജനങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ജനങ്ങളും കുറ്റക്കാരാണ് എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അധികാരത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ ഭരണ സംവിധാനം എന്തെല്ലാം വിഷയങ്ങളാണ് കൊച്ചിയിലെ വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നടത്തിയിട്ടുള്ളൊരു വിമർശനം എന്ന് പറയുന്നത്, ഈ മഴക്കാലം തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്ന സമയത്താണോ ഈ ഓടകൾ വൃത്തിയാക്കുക അല്ലെങ്കിൽ വെള്ളക്കെട്ട് നിയന്ത്രിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് നിങ്ങൾ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതി സുപ്രധാനമായി ചോദിച്ചത്. കാരണം തീ കൊള്ളുന്ന വെയിലും അല്ലെങ്കിൽ ആ നിലയ്ക്ക് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വേനൽക്കാലവുമാണ് നമ്മളെ കടന്നുപോയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ അതിവൃഷ്ടി, ഒപ്പം തന്നെ മഴക്കാലം ഇതാ നാളെത്തൊട്ട് വരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ മഴയിൽ വെള്ളക്കെട്ട് നിശ്ചലമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. നിരവധിയായിട്ടുള്ള സമയം നമുക്ക് ഇതിനെല്ലാം തന്നെ പരിഹരിക്കപ്പെടാൻ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കുന്നതിന് നിരവധിയായിട്ടുള്ള സമയം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നപ്പോഴാണ് അതൊന്നും ചെയ്യാതെ ഈ മഴ പെയ്തതിനു ശേഷം ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് അധികാരികൾ എത്തിയത്. അത് തന്നെയാണ് പ്രധാനമായും വിമർശനത്തിന്, അധികാരികൾക്കെതിരെയുള്ള വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് മഴക്കാലമായി കഴിഞ്ഞാൽ ചില കോളനികളിൽ താമസിക്കുന്ന ആളുകൾ, അതായത് LNG കോളനിയിൽ താമസിക്കുന്ന ആളുകളുടെയൊക്കെ ദുരിത കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തെ അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഈ കോളനിയിൽ താമസിച്ചിരുന്ന ആളുകളെ, അതായത് ദുരിതം അനുഭവിച്ചിരുന്ന ആളുകളെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫ്ലാറ്റിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ സംഭവിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഹൈക്കോടതി അടിവരയിട്ട് പറയുന്നു. കാരണം അവരെ താമസിപ്പിച്ച ഫ്ലാറ്റ് നിലവിൽ അവിടെ ചോർച്ച തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിദാരുണമെന്നല്ലാതെ എങ്ങനെയാണ് പറയാൻ കഴിയുക? കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതിയാണ് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള എടുകാര്യസ്ഥത മൂലം ഇങ്ങനെ ഒരു ദുരന്തപൂർണമായ ജീവിതത്തിലേക്ക് അവരെ വീണ്ടും തള്ളിവിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിൽ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ആരുടെയൊക്കെ ഭാഗത്ത്, നടപടികൾ ആരുടെയൊക്കെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ അവർക്കെതിരെ നടപടി വേണമെന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായും എടുത്തു പറയാനുള്ളത്. എന്തായാലും മഴ അതിന്റെ രൗദ്രഭാവം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊച്ചിയിൽ വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇനി ഈ 10 ദിവസത്തിനുള്ളിൽ ഇവിടെയൊക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു അല്ലെങ്കിൽ അതിനൊരു റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ നൽകണം എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് അധികാരികളാണ്. എന്തായാലും കൊച്ചിയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഒരിക്കൽ കൂടി ആണയിട്ട് പറയേണ്ടതുണ്ട്. കാരണം ആലപ്പുഴയിൽ നിന്നും കണ്ട കാഴ്ച അതിന് സമാനമായ രീതിയിലായിരുന്നു. ഹരിത പ്രവർത്തകർ നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ. അവരാണ് ഇത്തരത്തിൽ ശുചീകരണ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇത്തരത്തിൽ ശേഖരിച്ച് അത് സംസ്കരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അത് എത്രമാത്രം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് ചോദ്യം ചെയ്യുന്ന ചില ദൃശ്യങ്ങളാണ് ആലപ്പുഴയിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ നിന്നും കാണാൻ കഴിഞ്ഞതാ ഇത്തരത്തിൽ ഹരിതസേന ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ചാക്കിനകത്ത് കെട്ടിവെച്ചിരുന്നു. അത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞപ്പോൾ ആ ചാക്ക് ഇങ്ങനെ വഴിയിൽ നിറയുന്ന ഒരു കാഴ്ചയാണ്.
സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം രഘുപുരത്തും കണ്ടിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ആലപ്പുഴയിലും കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഒരു വലിയ ഏകോപനത്തോടു കൂടി തന്നെ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഹൈക്കോടതി ഇത്തരത്തിൽ വിഷയങ്ങളിൽ ഇടപെടുന്നത് അഭിനന്ദനാർഹം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോടതിയുടെ ഈ ഇടപെടൽ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ഒന്ന് ചിന്തിച്ചത്.